നമസ്കാരം. ഓണ ദിവസം ഒരു വാർത്ത ചെയ്യരുതെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അതായത് കൗതുകമുള്ള വാർത്തകൾ കൗതുകമുള്ള സംഭവങ്ങളിലേക്ക് നമ്മൾ മലയാളികൾ പോകുന്ന ഒരു ദിവസമാണ്. പക്ഷേ നമ്മുടെ ഒരു റിപ്പോർട്ടർ അദ്ദേഹം തൊടുപുഴ വഴി യാത്ര ചെയ്യുമ്പോൾ കണ്ട ഒരു ദൃശ്യമാണ് നമ്മൾ ഇതോടൊപ്പം ചേർക്കുന്നത്. എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നമുക്ക് അവധി ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് യാത്ര ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇൻടോക്സിക്കേറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമാണെങ്കിൽ, ഇതിപ്പോൾ ഈ ഒരു അപകടത്തിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു വനിതയാണ് വണ്ടി ഓടിച്ചതിൻ്റെ പ്രശ്നമല്ല പറയുന്നത്. പക്ഷേങ്കിൽ യാദൃശ്യമായിട്ട് സംഭവിക്കുന്ന ചില സംഭവങ്ങൾ നമ്മുടെ അതിദാരുണമായ ഒരു അപകടത്തിലേക്ക് നയിക്കും എന്നതിൻ്റെ ഒരു പ്രത്യക്ഷമായ ഉദാഹരണമാണ് കാണിക്കുന്നത്. നമ്മൾ ഇതോടൊപ്പം കാണിക്കുന്നത്. ഇന്നലെ നിങ്ങൾ കണ്ടല്ലോ, ഒരു അച്ഛനും 2 മക്കളും മരിച്ചുപോയ ഒരു സംഭവം നമ്മൾ കാണുന്നു. ഒരു ടാർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വണ്ടി, ഇടിച്ചാൽ വലിയ കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു വണ്ടി തന്നെ അപകടത്തിൽപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും കുഞ്ഞും ഗുരുതരാവസ്ഥയിലാണ്. അതുകൊണ്ട് ഈ ഒരു സമയങ്ങളിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. എതിരെ വരുന്ന ആൾക്കാർക്ക് അപ്പോൾ പലപ്പോഴും പറയാറ്, ഞാൻ ഒരിക്കൽ ഒരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത്, അതായത് ഈ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എന്നോടല്ല ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ നല്ല സുരക്ഷിതരായ യാത്രക്കാരായിരിക്കും, പക്ഷേ നമ്മുടെ എതിരെ വരുന്ന ഒരാൾ അവൻ ഭ്രാന്തനായിരിക്കും. അതുമാത്രം വിചാരിച്ചുകൊണ്ട് മാത്രം നമ്മൾ ഡ്രൈവ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. നിരത്തിൽ പൊലിയുന്ന ജീവനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് അല്ല നിങ്ങളെ സംബന്ധിച്ചായാലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് മരണം നമുക്ക് ശരിയാണ് ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. പക്ഷേ ഒരു ദുരന്തം പോലെ ഒരു മരണം സംഭവിക്കുന്നത് നമുക്കൊരിക്കലും താങ്ങാൻ പറ്റത്തില്ല, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകത്തില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതിനോടൊപ്പം വീഡിയോ ചേർക്കാണ്. നമ്മുടെ റിപ്പോർട്ടറാണ് ഈ വീഡിയോ എടുത്ത് നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അതോടൊന്ന് കാണാം.